ഫ്രണ്ട്സ്, അപ്പോൾ കർണാടകയിൽ നിന്ന് ഗോവയിലേക്ക് പോകുമ്പോഴുള്ള എൻ്റെ മറ്റൊരു ഫേവറേറ്റ് സ്പോട്ടാണിത്, ത്രാസി ബീച്ച്. അപ്പോൾ വണ്ടി ഞാനിവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതൊരു പാർക്കാണ്, ഇത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് ഇതിനേലും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കയറി ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, ഐ ലവ് ത്രാസി ബീച്ച്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ഇത് ഈവനിങ് ആ ഒരു ടൈമൊക്കെ ഓപ്പൺ ആവുള്ളൂ. ആ സൈഡിലാണെങ്കിലും നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവിടേക്ക് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോണ്ടല്ലോ ഇതിനേലും അടിപൊളിയാണ് ബീച്ച്. പക്ഷെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചെയറും കാര്യങ്ങളൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ത്രാസി ബീച്ച് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണത്. ഞാൻ എപ്പോൾ ഗോവയിൽ പോയാലും ഇവിടെ നിർത്താറുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട്, അത് ഇവിടെ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ കയറിയത്. ഇത് പാർക്കാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഇതേപോലെ തന്നെ ബീച്ചാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇതൊന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞാനിവിടെ കയറിയാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ കൂടി വന്നിട്ട് കയറി നടന്ന് ഇവിടം വരെ എത്തിയതാണ്. ആണോ, അവിടേക്ക് സെപ്പറേഷൻ ഉണ്ട് കല്ലിട്ടിട്ട്. ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങോട്ടേക്ക് വഴിയുമുണ്ട്. അവിടെ കുറച്ച് വഞ്ചിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, മറ്റേ ഫിഷിങ്ങിന് പോകുന്ന. അവിടെ നിന്ന് കല്ലിൻ്റെ മേളിലൂടെ നടന്ന് ഈ ഒരു ഇതിലേക്ക് വന്ന് ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീൻ ആൻഡ് എന്താ പറയുക, അധികം ക്രൗഡൊന്നും ഇല്ലാത്തൊരു ബീച്ചാണിത്. വളരെ പീസ്ഫുള്ളാണ്. വൈകുന്നേരം കുറച്ച് തിരക്കുണ്ടാവും ഇവിടെ, അല്ലാത്ത പക്ഷം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇപ്പം ഇടയ്ക്കെങ്കിലും എന്നെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകും. അതുകൊണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് എന്നെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ബീച്ചൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ത്രാസി ബീച്ച് എന്തായാലും നിങ്ങളൊന്ന് കയറിയിട്ട് പോവുക. ഗോവ ബൈക്കോ കാറിനോ നിങ്ങൾ പോകണമെങ്കിൽ നല്ല സൂപ്പർ ബീച്ചാണ്. അപ്പോൾ ഞാൻ ദേ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. കാരണം നമ്മുടെ ലഗേജ് അവിടെ ഇരിക്കുന്നുണ്ട് ബൈക്കിൽ. അപ്പോൾ അതും കൂടി നോക്കണമല്ലോ. സോളോ റൈഡ് ചെയ്യുമ്പോൾ ഇതാണൊരു ചെറിയൊരു പ്രശ്നം. എടുത്തുകൊണ്ട് പോയാൽ പണിയാണ്. അതുകൊണ്ട് അപ്പം തന്നെ ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു. 10 രൂപയുടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ. അല്ലെന്നാണെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്താൽ മതി. ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. നമ്മൾ ലഗേജ് ഉള്ളതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തതാണ്. കാരണം അവിടെ നിന്ന് നമുക്കപ്പോൾ കാണാനും പറ്റുമല്ലോ, അതുകൊണ്ടിട്ട് മാത്രം. ഈ ഒരു ബീച്ചിൽ ഈവനിങ് ആണ് കുറച്ചെങ്കിലും ആളുകൾ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. എത്ര ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ഈ ഒരു ഇത് കണ്ടോ, ഇതൊരു ചെറിയൊരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് അതേപോലെ തന്നെ ഉണ്ട്, അതേപോലെ അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ 1-2 ഫാമിലി അല്ലെങ്കിൽ ഒരു 7-8 പേര് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത ആൾക്കാർ അടുത്ത സ്ഥലത്ത് ഇറങ്ങും, അങ്ങനെ. കാരണം അങ്ങോട്ടേക്ക് ഇനിയും വേണ്ട ഒരു 1-2 കിലോമീറ്റർ. അതേപോലെ തന്നെ ഈ സൈഡിലേക്കും ഉണ്ട്. അപ്പോൾ ഏത് ടൈമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാനും എന്നാൽ വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു ബീച്ചാണത്. നിങ്ങളപ്പോൾ നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് ബൈ റോഡ് കാറിനോ ബൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ ആദ്യത്തെ നൈറ്റ് നിങ്ങളിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ പലരും സ്റ്റേ ചെയ്യുന്ന മംഗലാപുരത്താണ്. ഞാൻ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്ത് കൊട്ടേക്കാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ത്രാസി പ്രോപ്പർ എടുക്കുക. ഇതാ സ്ഥലത്തിൻ്റെ പേര് ത്രാസി പ്രോപ്പർ. ഇവിടെയാണ് ത്രാസി ബീച്ച് ഉള്ളത്. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റുക. അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബീച്ചൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാം. വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു വൈബാണ്, അതൊക്കെ എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിക്ക് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-11 മണിയോടുകൂടി ഈസി ആയിട്ട് ഗോവയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ സ്റ്റേ ചെയ്യാനുള്ളൊരു റെക്കമെൻഡേഷനാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ എന്തുകൊണ്ട് സ്റ്റേ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ ഇറങ്ങിയപ്പോൾ 7 മണിയായി. നമ്മുടെ കൊട്ടേക്കാർ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9 o'clock ഒക്കെ ആയി. അപ്പോൾ പിന്നെ ടയർഡ് ആയതുകൊണ്ടിട്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേ എടുത്തു. അല്ലെന്ന് ആരെന്ന് വെച്ചെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് പാസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നൈറ്റ് സ്റ്റേയും പ്ലാൻ ചെയ്യണമെങ്കിൽ ത്രാസി പ്രോപ്പറിൽ എടുക്കുക. വൈകുന്നേരം വരിക, ബീച്ച് എൻജോയ് ചെയ്യാം. ട്രെയിനിൽ വലിച്ച് മേളിൽ കൊണ്ടുപോയിട്ട് ടേബിളിൽ ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ ത്രാസി ബീച്ചിൽ തന്നെ. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സ്കൈ മേളിൽ പോയിട്ട് അവിടെ മറ്റേ സ്ട്രാപ്പൊക്കെ ഇട്ട് സീറ്റിലിരുന്ന് അവിടെ ഇരുന്ന് ഡിന്നർ കഴിക്കാം. പിന്നെ ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈവനിങ് അത് ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരത് പൊക്കിയിട്ടില്ല, താഴെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലാണല്ലോ. അപ്പോൾ ഈവനിങ് ആ ഒരു സംഭവമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ത്രാസിയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എൻജോയ് ചെയ്യാം. അതുകൂടാതെ രാത്രി ബീച്ചിലേക്കൊക്കെ ഇറങ്ങാം, നല്ലൊരു വൈബാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസ് ഞാൻ സ്റ്റേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ഗോവക്ക് പോകുമ്പോൾ. ഓക്കെ, ഈ കടയുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ കടയൊക്കെ ഉള്ളത് കൊണ്ടിട്ടാവണം
ആളുകൾ കൂടുതലായിട്ട് ഇറങ്ങുന്നത് ഈ ഒരു ഏരിയയിലാണ്. കണ്ടോ, ഞാനപ്പോൾ ഒരു ജിഞ്ചർ സോഡ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, അത് കണ്ടോ, ഇനിയും എൻ്റെ ഇഷ്ടംമാതിരി അങ്ങടേക്ക് ബീച്ച് ഏരിയ. അപ്പോൾ നമ്മുടെ ത്രാസി ബീച്ചിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.